ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ റേഷൻ അരി ആയാലും വെലേരി ആയാലും തന്നെ ഒട്ടും തന്നെ വഴുവഴുപ്പില്ലാതെയും ഒട്ടിപ്പിടിക്കാതെയും എങ്ങനെ ചോറ് എളുപ്പത്തിന് കുക്കറിൽ വേവിക്കാമെന്ന് നോക്കാം. ഇങ്ങനെ ചോറ് ഊറ്റിയെടുക്കുന്നതിന് എനിക്ക് വെറും 10 മിനിറ്റ് സമയമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചോറ് വേവിക്കുന്നത് മൂലം കൊണ്ട് നമുക്ക് ഗ്യാസ് ലാഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ഒരു 10-20 മിനിറ്റ് സമയത്തിനുള്ളിൽ ചോറ് ഊറ്റിയെടുക്കണമെങ്കിൽ ഇതുപോലെ കുക്കറിൽ നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെയും വഴുവഴുപ്പില്ലാതെയും ചോറ് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ റേഷനരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റേഷനരി ഞാനിവിടെ 1.5 നാഴി അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് പച്ചവെള്ളത്തിൽ 2-3 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതിനകത്ത് പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ കഴുകിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് റേഷനരി ചൂടുവെള്ളത്തിലൊക്കെ കഴുകുന്നത്. അപ്പോൾ ഇങ്ങനെ വേവിക്കുന്നത് മൂലം നമുക്ക് ഇങ്ങനെ ചൂടുവെള്ളത്തിലൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് 2-3 പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ കഴുകിയെടുത്തിരിക്കുന്നത്. അരിയൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 ലിറ്ററിൻ്റെ കുക്കറാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ 1.5 നാഴി എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 5 ലിറ്ററിൻ്റെ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ 3 നാഴി അരി വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യം അരി കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് അളവിനാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ആവശ്യത്തിന് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചോറ് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഈ 2 വിസിലാകുമ്പോഴത്തേനും നമുക്കിത് പെട്ടെന്ന് തന്നെ തുറന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. റേഷനരി ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വരുന്നതായിരിക്കും. വളരെ സമയമൊന്നും ആയിട്ടില്ല, പെട്ടെന്ന് തന്നെ ദാണ്ടെ 2 വിസിലായിട്ടുണ്ട്. ഇനി വിസിൽ കേട്ടതിന് ശേഷം ഇത് നമുക്ക് ഒത്തിരി സമയം അടച്ചു വെക്കാനായിട്ട് പാടുള്ളതല്ല. അതിൻ്റെ എയർ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടിട്ട് നല്ലതുപോലെ കളഞ്ഞു കൊടുത്തതിന് ശേഷം കുക്കർ ഒന്ന് തുറന്നു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇവിടെ കുക്കർ തുറന്നു കൊടുത്തിട്ടുണ്ട്. ചോറ് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചോറ് അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടാകും. റേഷനരി ആയാലും വെലേരി ആയാലും തന്നെ നമുക്കിതുപോലെ ഒരു വഴുവഴുപ്പ് ഉണ്ടാകും. അപ്പോൾ ഈ വഴുവഴുപ്പ് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഇതിനകത്തോട്ട് നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തോട്ട് നിറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കരണ്ടി കൊണ്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പശപശപ്പ് നല്ലതുപോലെ ഈ വെള്ളത്തിലൂടെ പോരുന്നതായിരിക്കും. അപ്പോൾ ഈ വെള്ളം നമുക്കങ്ങ് ചരിച്ചൂറ്റി കളയാം. ഈ കുക്കറിനകത്ത് ചോറ് എന്നും വേവിച്ച് കഴിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ വല്ലപ്പോഴും നമുക്ക് ഗ്യാസിൻ്റെ ക്ഷാമം ഉണ്ടാവുന്ന സമയത്തും, അതുപോലെ തന്നെ എളുപ്പത്തിന് ഒരു 10-15 മിനിറ്റിനകത്ത് നമുക്ക് ഇച്ചിരി ചോറ് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുക്കറിൽ വേവിച്ച് കഴിച്ചാൽ മതി. അതുപോലെ തന്നെ എന്നും നമ്മൾ കുക്കറിൽ ഇതുപോലെ ചോറ് വേവിച്ച് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. കലത്തിൽ നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച് ഊറ്റിയെടുത്ത് കഴിക്കുന്ന ചോറാണ് കേട്ടോ നമ്മളുടെ ശരീരത്തിന് എപ്പോഴും നമുക്ക് ആരോഗ്യം. ഇനി ആദ്യം ആ മിക്സ് ചെയ്ത വെള്ളം ഞാൻ ചരിച്ചൂറ്റി കളഞ്ഞതിന് ശേഷം രണ്ടാമത് നല്ല പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടെ നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണേ. കുക്കറിനകത്ത് ഇതുപോലെ ചോറ് വെച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അടുത്ത് തന്നെ നിന്ന് പെട്ടെന്ന് വിസിൽ കേൾപ്പിച്ച് എയർ കളഞ്ഞ് പെട്ടെന്ന് ഊറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കലത്തിൽ വേവിക്കുന്നത് പോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ ഇത് ചോറ് പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നതായിരിക്കും. ജസ്റ്റ് ദാണ്ടെ ഒരു ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ദാണ്ടെ എനിക്കിവിടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെലേരി ആണെന്നുണ്ടെങ്കിൽ, ഇതിപ്പം റേഷനരി ആയതുകൊണ്ടാണ് 2 വിസിലിൽ വെന്ത് വന്നത്. വെലേരി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വിസിലൊക്കെ നമുക്ക് കേൾപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ആരും മറന്നു പോകരുതേ. അപ്പോൾ ജസ്റ്റ് ചോറൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഇതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ഇതുപോലെയാണ് ചോറ് ചരിച്ച് ഊറ്റിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഊറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ചിലരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, റേഷനരി ചോറ് വെക്കുന്ന സമയത്ത് നല്ല പരുവത്തിനാണ് വെച്ചത്, പക്ഷെ ഊറ്റിയെടുത്തതിന് ശേഷം വെന്ത് കുഴഞ്ഞു പോയെന്നൊക്കെ പറയുന്നത് കേൾക്കാം. ചോറ് എപ്പോഴും നമ്മൾ ഊറ്റിയെടുത്തതിന് ശേഷം ഉടനെ തന്നെ അടച്ച് വെക്കാൻ പാടില്ല. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് തട്ടിയിട്ട് ഒന്നും കൂടെ ഇരുന്നിട്ട് ഈ ചോറ് വെന്ത് കുഴഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചരിച്ച് ഊറ്റിയെടുത്തതിന് ശേഷം കുറച്ച് നേരം അതൊന്ന് മാറ്റി വെച്ചിട്ട് വേണം അടച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചോറ് ഇതുപോലെ തന്നെ തരിതരിയായിട്ട് നല്ലതുപോലെ ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ ആ വഴുവഴുപ്പൊക്കെ മാറി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.